അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ മക്കളെ, നമുക്കിന്ന് കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. ചെമ്മീനൊക്കെ കിട്ടിയിരിക്കണ്. നമ്മളതൊന്ന് നന്നാക്കട്ടെ. അപ്പം നന്നാക്കണതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തതാണ്. കൈ കൊണ്ട് മാറ്റിയാലേ കൈ വിടുന്നുണ്ട്. അപ്പോൾ മക്കളെ, ചെമ്മീനൊക്കെ അങ്ങനെ നന്നാക്കി കൊണ്ടുവന്നിക്കണ്. നന്നാക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കണം. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്, ചൂടായിക്കണ്. അപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റാം. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിക്കാണ്ട് സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയിട്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെ ഇക്കാര്യം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടു എന്നുള്ളൂ. അപ്പം ഇനി മസാലപ്പൊടികളൊക്കെ ഇട്ടിക്കാണ്ട് നമ്മൾ ചെമ്മീൻ ഇട്ടെടുക്കുക. എനിക്ക് പുളിയൊന്നും ഇടണ്ട, പുളി ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്തിട്ട് സവാളയൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ഇന്നെന്തൊക്കെയാ എല്ലാവരും വർത്താനം? ഇന്നിപ്പോൾ നല്ല ചൂടും വെയിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും കിട്ടുന്നുണ്ടല്ലേ. മഴക്കാലം അയക്കണമെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ വേനൽക്കൊരു മഴ കിട്ടിയതൊരാശ്വാസം തന്നെയാണല്ലോ. നമുക്കാണെങ്കിൽ ഇപ്പം ഒന്ന് ജലദോഷം പിടിച്ചിട്ട് വലിയ സുഖമൊന്നുമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ നല്ല ചെമ്മീൻ കിട്ടിയപ്പോഴേ നമ്മളതൊന്ന് വീഡിയോ എടുത്തതാണ്.
അപ്പോൾ മക്കളെ നമ്മളേക്ക് മസാലപ്പൊടികളും തക്കാളിയും ഒക്കെ ഇട്ടെടുത്ത് കാണ്ട് നല്ലോണം വഴറ്റിക്കാണ്ട് പിന്നെ അതിക്ക് നമ്മളെ ചെമ്മീൻ ഇട്ടെടുത്തുക്കണം കേട്ടോ. ചെമ്മീൻ ഇട്ടെടുത്ത് കാണ്ട് പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചെടുത്തുക്കണം. വെള്ളം കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചെമ്മീൻ തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒക്കെ സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറഞ്ഞ തീയിലൊന്ന് കുറച്ച് നേരം ഒന്ന് വേവണം. പിന്നെ കുറച്ച് ചെമ്മീൻ നമ്മൾ മാറ്റി വെച്ചിരിക്കണ്. 1 കിലോ പോലെ ഉണ്ടായിരുന്നു ചെമ്മീൻ, 1 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പം കുറച്ച് ഞാൻ നാളെ ഉണ്ടാക്കാറുണ്ട് കണ്ട് പകുതി എടുത്ത് വെച്ചിരിക്കണ്, പകുതി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നല്ല ഇളക്കി കൊടുത്ത് മൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മൂടി വെച്ചെടുത്ത് നോക്കുമ്പോൾ നമ്മൾ അടിപൊളി ചെമ്മീൻ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞൊരു വെള്ളത്തിൽ ഇങ്ങനെ ചെമ്മീൻ കറി റെഡി ആയിക്കണം. ഒക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇത് ചപ്പാത്തി, ചോറ്, അപ്പം എല്ലാത്തിനും കൂട്ടാൻ പറ്റണ നല്ലൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ചെമ്മീൻ കിട്ടുമ്പോൾ അപ്പോൾ മക്കളെ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ റോട്ടുമെന്ന് കണ്ടിരിക്കണ ഒരു പൊട്ട്. അപ്പോൾ നോക്കുമ്പോൾ കറണ്ട് പോയതാണ്. നിങ്ങൾ കേട്ടപ്പോൾ ആ പൊട്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.